അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ ലുബൂസ് ലക്കി വേൾഡ്. ഇന്ന് നമ്മുടെ ജ്വല്ലറി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് ഇന്നത്തെ മോഡൽ. ഇത് സിമ്പിളായിട്ടുള്ള ഇട്ട് കൊടുക്കാം. മുത്തിട്ട് കൊടുത്തിട്ട് ആദ്യം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ആക്കുന്നില്ല, നിങ്ങൾ ആവില്ലാന്നും വിചാരിച്ച് ചെയ്യാതിരിക്കരുത്, സിമ്പിളാണ്. നമുക്ക് ആദ്യം അതേപോലെ തന്നെ ഇതിങ്ങനെ ഇവിടെ ഒരുമിച്ച് പിടിക്കുന്നത്, എന്നിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കുന്നത്. ഇത്രയേ പണിയില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്ത കമ്പിന് നേരെ ഓപ്പോസിറ്റ് മറ്റേ കമ്പിയിലെ ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഈ കമ്പിയിലല്ലേ, അത് ഇങ്ങനെ നല്ലോണം പിരിക്കണം കേട്ടോ, നല്ല ടൈറ്റായിട്ട് എടുക്കുക. എന്നാലും കമ്പി പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. കമ്പി പൊട്ടിപ്പോയി തിരിക്കുന്ന ടൈമിൽ അങ്ങനെ പൊട്ടിപ്പോവാതെ നോക്കണം. ഇത് ഗിയർ വയറാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കളർ മുത്ത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏത് കളർ വേണമെങ്കിലും മുത്ത് എടുക്കുക കേട്ടോ, ഏത് കളർ മുത്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതേപോലെ ആക്കി അതും ഇതേപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ, ടൈറ്റായിട്ട് നിൽക്കണ്ട. ഇപ്പം 3 ആയില്ല. ഇനി ഇതിൻ്റെ വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്തതിലോട്ടെ. ഇനി ആദ്യം അതുപോലെ തന്നെ 2 കൂടെ നമുക്ക് ഈ ഒരു കമ്പിയിലൊന്നും മറ്റേ കമ്പിയിലൊന്നും കൂടെ അങ്ങനെ കോർത്തെടുക്കാം. ഇതിലേക്കൊന്ന് കോർത്തെടുത്ത് ഇനി അപ്പുറത്തുള്ള കമ്പിയിലും അതുപോലെ തന്നെ നമ്മൾ കോർത്തെടുക്കുക ചെയ്യുന്ന കേട്ടോ. ഇത് ഓപ്പോസിറ്റ് ചെയ്യുന്ന കമ്പിയിലും ഇതേപോലെ തന്നെ. അപ്പോൾ 5 വൈറ്റ് ബീഡാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഒന്ന് നടുക്ക്. ഇതൊന്നും ഇല്ല കേട്ടോ, ഒരു പണിയില്ല. ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ടില്ലേ ഇവരെല്ലാം വിചാരിക്കും എന്ത് കുറച്ച് ബുദ്ധിമുട്ട് വിചാരിക്കും, പക്ഷേ ഒരു പണിയും ഇല്ല കേട്ടോ. കുറച്ച് ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ചെയ്ത് നോക്കിയാൽ തന്നെ അത് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സംഭവമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നീലമുത്തില്ലേ, ഈ 2 ഒരുമിച്ച് പിടിച്ചിട്ട് അതിലേക്ക് നീലമുത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇട്ട ശേഷം ഒരു കമ്പിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കയറ്റാം, അല്ല 2 കമ്പിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒന്ന് കയറ്റാം. അതാ നീലമുത്ത് അവിടെ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അടുത്ത കമ്പി കുറച്ച് ചേർത്തായിട്ടുണ്ട്, അതാണ് കുറച്ച് ബുദ്ധിമുട്ടല്ല. കുറച്ച് നീളത്തിൽ തന്നെ നിങ്ങൾ കമ്പി എടുക്കുകയാണെങ്കിൽ ഇതാവും കേട്ടോ, ഓക്കെ ആവും. പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതാണ് ജസ്റ്റാണ് ചേർത്തെടുത്തിന്. ഇതിങ്ങനെ വലിച്ചെടുത്ത ശേഷം ഒന്ന് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒന്ന് പിരിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്നുമില്ല, ഇനി ഇത് ഹെയർ പാഞ്ചിലേക്ക് ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഹെയർ പാഞ്ചിന് നോക്കിക്കോ, ഇതിൻ്റെ നമ്മൾക്ക് എവിടെ നിന്നാണോ വേണ്ട അവിടെ നിന്നാക്കാം. ഇനി ഇങ്ങനെ മാത്രമാണ് നിങ്ങൾക്ക് ഫുള്ള് വേണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം ഫുള്ളാക്കാം കേട്ടോ. ഇതൊന്ന് ഇതേപോലെ ചേർത്ത് വെച്ച് ചുറ്റിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. കമ്പിയിലേക്ക് ചുറ്റിയെടുക്കുന്നത് അതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതേപോലെ തന്നെ ഒന്ന് വെക്കുക, എന്നിട്ട് ചുറ്റിയെടുക്കുന്നത്. ഇതേപോലെ ഒന്നും ഇങ്ങനെ നമ്മളിങ്ങനെ ടൈറ്റാക്കിയിട്ട് ചുറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ നമ്മളൊന്ന് നല്ല ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല, ഇതൊന്ന് ടൈറ്റാക്കി ചുറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ കുറച്ച് അടങ്ങിപ്പോകും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഒന്നും കൂടി നമുക്ക് ഇത് വെച്ചിട്ട് കമ്പി വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ടൈറ്റായി നിൽക്കാനും വേണ്ടിയിട്ട് മറ്റേ ഇത് ഗിയർ വയർ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ക്രോസ് ആക്കിയിട്ട് വെച്ച് എന്നിട്ട് അതിൻ്റെ കമ്പി തന്നെ ഞാൻ അടുത്ത് ഇതിന് ചുറ്റുക ചെയ്യുന്നത് കേട്ടോ, ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ബാക്കി വന്ന കമ്പി തന്നെ എടുത്ത് ചുറ്റുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കമ്പിക്ക് നീളം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റാനും എളുപ്പമായിരിക്കും കേട്ടോ. അതുപോലെ ഇനിയിതാ ഒന്നും കൂടെ ഇതേപോലെ വെച്ച് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക മാത്രമേ ചെയ്യുന്നില്ലൂ കേട്ടോ. ഇത് കുറച്ച് കമ്പി വലുത്തില്ല, അതിൻ്റെ മുമ്പ് നമുക്ക്
ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒന്നിങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ചിട്ട് ചുറ്റി കൊടുക്കും മാത്രമേ ചെയ്യുന്നില്ല. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല കേട്ടോ. ചെറിയൊരു സംഭവമാണ്, അത് വലിയ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല. പക്ഷെ ഇത് ചെയ്ത് നോക്കുക, നല്ല രസമാണ് കേട്ടോ കാണാൻ. ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇതേപോലെ വെച്ച് ഇത് ലാസ്റ്റത്തെ ഞാൻ നേരെ വെക്കുക. ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം കേട്ടോ. എന്നിട്ട് ആ ലാസ്റ്റത്തെ കുറച്ച് വലിയ കമ്പി എടുത്തിട്ടുണ്ടായല്ലോ, അപ്പോൾ ആ കമ്പി നമുക്കിനെ മുറിച്ച് കളയണ്ട. ആ കമ്പി നമുക്ക് ബാക്കിയുള്ളതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതിലേക്ക് കൂടെ ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുത്താൽ അതവിടെ ടൈറ്റായിട്ട് നിന്നോളൂ. അല്ല നിങ്ങളിങ്ങനെ കമ്പി ബാക്കിയില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു കമ്പി എടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അതൊന്ന് ടൈറ്റായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കമ്പി ഇല്ലെങ്കിൽ കമ്പി എടുത്തിട്ടൊന്ന് ചുറ്റി കൊടുക്കാം, എന്നാൽ അതവിടെ നല്ല ടൈറ്റായിട്ട് നിൽക്കുമല്ലോ. പിന്നെ പേടിക്കണ്ടല്ലോ അത് ഇളകി പോകുമോ, കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇളകി പോകും, അങ്ങനത്തെ ഒന്നും പേടിയൊന്നും വേണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് കമ്പി വരുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് വെക്കാം. ഫെൽറ്റ് ഷീറ്റ് ഒന്നാമത് ഈ ടിയാര മേക്കിൽ ഫെൽറ്റ് ഷീറ്റ് വരാതിരിക്കും നല്ലത്, കാരണം അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ സാരി റിബൺ എന്ന് പറഞ്ഞിട്ടൊരു റിബൺ ഉണ്ട്, അത് വാങ്ങാൻ പറ്റുന്നവർ അത് വാങ്ങാം കേട്ടോ. ഇങ്ങനെ പിന്നെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്യാമറ കുറച്ച് പൊക്കി വെക്കാം, അപ്പോൾ ആയിരിക്കും ബാക്കിയിൽ നിങ്ങൾക്ക് കാണാൻ സുഖമാവാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കുക. ഇതേപോലെയാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ വേണമെങ്കിൽ ഫുള്ളായിട്ട് ആക്കാം കേട്ടോ. ഇതന്നെ ഫുള്ളായിട്ട് ആക്കാം. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മേലെ വൈറ്റ് മുത്ത് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. പശ കയ്യിലേക്ക് വന്നിട്ട് എന്നിട്ട് ഇങ്ങനെ തീമുട്ടകത്ത് കളിക്കുന്നു. ഇനി ഇതിലേക്ക് വൈറ്റ് മുത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. പശ ഒട്ടാത്തതുകൊണ്ടാണ് തിളക്കി വരുന്നത്, അല്ലെങ്കിൽ ടൈറ്റായിട്ട് തന്നെ നിൽക്കട്ടെ. ഇത് ഞാൻ കമ്മലിലാക്കുന്ന ഫ്ലവറാണ്. ഇതാണ് നമ്മുടെ ജ്വല്ലറി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം അക്കാഡമി നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് അതിൻ്റെ ബേസിക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത ഈ കോൺടാക്റ്റിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അവർ നിങ്ങളെ അതിൻ്റെ കോഴ്സിലേക്ക് ആഡ് ആക്കുന്നത്.